അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ചാനലിന്റെ ഡെയിലി കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് 2026 മെയ് 26, 27 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണ് LP-UP അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ ഒരുപാട് പേരെങ്കിലും ആ ഒരു എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നുണ്ടാവും. സോ ഈ LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ടാലന്റ് LP-UP അസിസ്റ്റന്റ് റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഒറ്റ ഓഡിയോ ആണ്. then ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളും ന്യൂ SCRT ഫാക്റ്റും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkala.com ലഭ്യമാണ്. അപ്പോൾ കൃത്യമായിട്ട് വാങ്ങുക, പഠിക്കുക. CPO എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയും ടാലന്റ് CPO റാങ്ക് ഫയൽ പുറത്തിറക്കിയിട്ടുണ്ട്. 3 വോളിയോ ആണ്. ഇതിനകത്ത് മുൻവർഷ ചോദ്യങ്ങളും അതുപോലെ തന്നെ ന്യൂ SCRT ഫാക്റ്റുകളും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുസ്തകവും നിങ്ങളുടെ വീടിനടുത്തുള്ള ബുക്ക് സ്റ്റോളുകളിലും അതുപോലെ തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നീ പ്ലാറ്റ്ഫോമുകളിലും ടാലന്റിന്റെ വെബ്സൈറ്റ് ആയിട്ടുള്ള veranda.channelkala.com ലഭ്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാനുള്ളത് കുറച്ച് നിയമനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് തമിഴ്നാടിന്റെ AI വകുപ്പ് മന്ത്രി ആരാണ്. അപ്പോൾ എന്താണ് തമിഴ്നാടിന്റെ AI വകുപ്പ് മന്ത്രി ആര് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു മുൻപ് നമുക്കറിയാം അല്ലേ, നമ്മുടെ കേരളത്തിലാണ് ആദ്യമായിട്ട് AI വകുപ്പ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വകുപ്പ് അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. നമ്മുടെ കേരളത്തിന്റെ AI വകുപ്പ് മന്ത്രി എന്ന് പറയുന്നത് കുഞ്ഞാലിക്കുട്ടിയാണ്. ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞ കാര്യമാണ് അല്ലേ. ദെൻ കേരളത്തിന് ശേഷം ഈ പറയുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? തമിഴ്നാടാണ് കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. കേരളത്തിന് ശേഷം AI വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം എന്ന് പറയുന്നത് തമിഴ്നാടാണ്. ദെൻ അവിടുത്തെ AI വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R കുമാർ ആണെന്നുള്ള കാര്യം ഓർക്കുക കേട്ടോ. R കുമാർ ആണ് അവിടെ എവിടെയാണ് തമിഴ്നാട്ടിൽ AI വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പൊ നമുക്കറിയാം തമിഴ്നാട്ടിലെന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ജോസഫ് വിജയ് ആണ്. അദ്ദേഹത്തിന്റെ പാർട്ടി എന്ന് പറയുന്നത് TVK ആണ്. ദെൻ ആ പാർട്ടിയിലെ മെമ്പർ തന്നെയാണ് ഈ പറയുന്ന R കുമാറും. സോ അതുകൂടെ ഓർത്ത് വച്ചേക്കാം. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് നമ്മുടെ 2026 നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസ് അല്ലെ, എവിടെയാണ് നടക്കുന്നത്? ഗ്ലാസ്ഗോയിലാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലെ. ഗ്ലാസ്ഗോയിലാണ് എന്ത് ചെയ്യുന്നത്? 2026 കോമൺവെൽത്ത് ഗെയിംസ് നടക്കുന്നത്. സോ അതായത് ഈ വർഷമാണ്. അപ്പോൾ ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഹിത് രാജ്പാൽ ആണ്. ആരാണ്? രോഹിത് രാജ്പാൽ ആണ്. കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അപ്പോൾ 2026 കോമൺവെൽത്ത് ഗെയിംസിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രോഹിത് രാജ്പാൽ ആണെന്നുള്ള കാര്യം കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇദ്ദേഹം എന്ന് പറയുന്നത് ഓൾ ഇന്ത്യ ടെന്നീസ് അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റുമാരിൽ ഒരാളാണെന്നുള്ള കാര്യം പഠിക്കുക. ദെൻ അത് മാത്രമല്ല കേട്ടോ, ഇദ്ദേഹം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഡേവിസ് കപ്പിലെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ കൂടിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന രോഹിത് രാജ്പാൽ. സോ അതുകൂടെ ഓർക്കുക. ഇനി കോമൺവെൽത്ത് ഗെയിംസിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ടത് അല്ലേ. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിൽ 4 വർഷം കൂടുമ്പോൾ നടക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസ്. ആദ്യമായിട്ട് 1930 ഇത് സ്റ്റാർട്ട് ചെയ്തത്. ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്നായിരുന്നു പേര്. പിന്നീട് കോമൺവെൽത്ത് ഗെയിംസിലേക്ക് മാറി. ഓക്കെ, ഇനി ഇന്ത്യ ആദ്യമായിട്ട് ഈ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തത് 1934 ആദ്യമായിട്ട് 30 ആരംഭിച്ചുവെങ്കിലും ഇന്ത്യ ആദ്യമായിട്ട് പങ്കെടുത്തത് 1934. ദെൻ ഇന്ത്യ എന്തെങ്കിലും കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ ആദ്യമായിട്ട് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയായത് 2010 എവിടെ വെച്ച്? ന്യൂഡൽഹി കേട്ടോ. ന്യൂഡൽഹിയിലാണ്. അതുകൊണ്ടൊന്ന് കാര്യമായിട്ട് നോട്ട് ചെയ്യുക. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് വേദിയായത് 2010 ന്യൂഡൽഹിയിൽ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വരുന്നുണ്ട്. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാം വാർഷികം. അതിന്റെ വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഹമ്മദാബാദ്. എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. 2030 കോമൺവെൽത്ത് ഗെയിംസിന്റെ വേദി എന്ന് പറയുന്നത് എവിടെയാണ്? അഹമ്മദാബാദ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് കുറച്ച് അവാർഡുകളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് 2025 പത്മരാജൻ പുരസ്കാരങ്ങളെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് പത്മരാജൻ സ്മാരക ട്രസ്റ്റ് നൽകുന്ന പുരസ്കാരമാണ്. പ്രത്യേകിച്ച് നമുക്കൊരു 4 കാറ്റഗറിയാണ് നോക്കാനുള്ളത്. ഈ ഒരു അവാർഡിൽ നമ്മൾ നോക്കുന്നത് 4 കാറ്റഗറികളാണ്. മേ ബി എപ്പോഴെങ്കിലും ചോദിച്ചാലോ എന്നുള്ളൊരു കാരണം കൊണ്ടാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ 2025 പത്മരാജൻ പുരസ്കാരങ്ങൾ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് നോവലാണ്. അപ്പോൾ നോവലിന് കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയത് ചന്ദ്രമതിക്കാണ്. ഒഴുകാതെ ഒരു പുഴ. ഏതാണ്? ഒഴുകാതെ ഒരു പുഴ എന്ന് പറയുന്ന പുസ്തകത്തിനാണ് അവാർഡ് കിട്ടിയത്. ഇനി അടുത്തത് മികച്ച ചെറുകഥ. മികച്ച ചെറുകഥ എന്ന് പറയുന്നത് ഷാനോജ് ആർ ചന്ദ്രൻ. ആർക്കാണ്? ഷാനോജ് ആർ ചന്ദ്രനാണ്. അദ്ദേഹത്തിന്റെ അരപ്പാതിരി എന്ന് പറയുന്ന ചെറുകഥയ്ക്കാണ് പുരസ്കാരം. അപ്പൊ 2 അവാർഡാണ് പറഞ്ഞത്. ഇതൊക്കെയാണ് നോവലിന് ചന്ദ്രമതിക്കും മികച്ച ചെറുകഥയ്ക്ക് ഷാനോജ് ആർ ചന്ദ്രനുമാണെന്ന് പറഞ്ഞു. ഇനി 2 അവാർഡുകൾ എന്ന് പറയുന്നത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട അവാർഡുകളാണ്. അതിലൊന്നെന്ന് പറയുന്നത് മികച്ച സംവിധായകൻ. മികച്ച സംവിധായകൻ എന്ന് പറയുന്നത് ദിൻജ് തയ്യത്താനാണ്. എക്കോ എന്ന് പറയുന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകനാണ് അദ്ദേഹം. അതേപോലെ തന്നെ
മികച്ച തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത് ബാഹുൽ രമേശ് ആണ് കേട്ടോ. ബാഹുൽ രമേശ് ആണ് മികച്ച തിരക്കഥാകൃത്ത് എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തിന് ഏത് ചിത്രത്തിന്റെ തിരക്കഥയ്ക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സെയിം തന്നെയാണ്. എക്കോ എന്ന് പറയുന്ന ചിത്രത്തിലെ എന്താണ് തിരക്കഥയ്ക്കാണ് പുരസ്കാരം എന്ന് ഓർക്കുക. സോ ഈ ഒരു 4 കാറ്റഗറിയാണ് നമുക്ക് ഈ ഒരു അവാർഡുമായിട്ട് ബന്ധപ്പെട്ട ഓർത്തു വയ്ക്കാനുള്ളത്. ഇനി അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ്. അതായത് ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റിന്റെ 2026 അവാർഡിന് അർഹനായത് ആരാണ്? അപ്പോൾ സുകുമാർ അഴീക്കോട് പുരസ്കാരം 2026 സുകുമാർ അഴീക്കോട് പുരസ്കാരം, അതായത് സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് നൽകുന്ന സുകുമാർ അഴീക്കോട് പുരസ്കാരം ഇപ്പോൾ 2026 പുരസ്കാരമാണ്. ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ ജോർജ് ഓണക്കൂറിന്. ആർക്കാണ്? ജോർജ് ഓണക്കൂറിനാണ്. ഈ പേര് നമുക്ക് എല്ലാവർക്കും പരിചിതമായ പേരാണ്, അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനാണ് അദ്ദേഹം. സോ ജോർജ് ഓണക്കൂറിനാണ് 2026 സുകുമാർ അഴീക്കോട് അവാർഡ്. ദെൻ ഇതിന്റെ പ്രൈസ് മണി എന്ന് പറയുന്നത് 50,000 രൂപയാണ്. അപ്പൊ ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അവാർഡാണ്. അതായത് നമ്മുടെ കേരള മീഡിയ അക്കാദമി, അതിന്റെ മുഖപത്രമാണ് ഏതെന്ന് പറയുന്നത് മീഡിയ എന്ന് പറയുന്ന മാഗസിൻ. അപ്പോൾ മുഖമാസിക മീഡിയ എന്ന് പറയുന്ന മാഗസിനാണ്. സോ ആ ഒരു എന്താണ് മീഡിയ മാഗസിന്റെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ പുരസ്കാരം ശരിക്കും പറഞ്ഞാൽ 2022 സ്റ്റാർട്ട് ചെയ്ത ഒരു അവാർഡാണ് ഇതെന്ന് പറയുന്നത് ഈ ഒരു മീഡിയ മാഗസിന്റെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. മീഡിയ മാഗസിന്റെ മീഡിയ പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് 2022 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ 2025 അവാർഡ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജൂലി നൈപ്പ് ബ്രൗണിനാണ്. ആർക്കാണ്? ജൂലി നൈപ്പ് ബ്രൗണിനാണ്. കൃത്യമായിട്ട് പഠിക്കുക. പക്ഷെ ഇവിടെ കുറച്ച് പേർക്കെങ്കിലും ഒരു കൺഫ്യൂഷൻ വരും. കുറച്ച് പേരെങ്കിലും ഒക്കെ കമന്റ് ചെയ്യും അത് 2026 അവാർഡ് അല്ലേ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കാം. കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച അവാർഡ് 2025 അവാർഡ് എന്ന് പറഞ്ഞാണ് പല സൈറ്റുകളിലും കിടക്കുന്നത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു മീഡിയ മാഗസിൻ നമ്മുടെ കേരള മീഡിയ അക്കാദമിയുടെ ഫേസ്ബുക്ക് അവരുടെ ഒഫീഷ്യൽ പേജുകളൊക്കെ പോയി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് അവർ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് 2025 മീഡിയ മാഗസിൻ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ജൂലി നൈപ്പ് ബ്രൗൺ ആണ് എന്നുള്ള കാര്യം. സോ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഈ ഒരു പ്രൈസിന്റെ ഈ ഒരു പുരസ്കാരത്തിന്റെ സമ്മാന തുക എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർക്കുക കേട്ടോ. ഇനി ഈ പറയുന്ന ജൂലി നൈപ്പ് ബ്രൗൺ എന്ന് പറയുന്നത് അമേരിക്കയിലെ മയാമി ഹെറാൾഡ് എന്ന് പറയുന്ന പത്രത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നുള്ള കാര്യം കൂടി ഓർക്കുക കേട്ടോ. മയാമി ഹെറാൾഡ് എന്ന് പറയുന്ന ഒരു പത്രത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണ്. ദെൻ ഇവരെ ഇപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഒരു ഫേമസ് ആവാനുള്ള ഒരു കാരണമുണ്ട് കേട്ടോ. അതായത് ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ശതകോടീശ്വരൻ നടത്തിയ മനുഷ്യക്കടത്തുകളുടെയും അതുപോലെ തന്നെ ലൈംഗികാതിക്രമങ്ങളെയും കുറിച്ചും ഒക്കെ ഈ ഒരു ജനങ്ങൾക്ക് മുന്നിലേക്ക് ഒരു റിപ്പോർട്ട് എത്തിച്ചത് ഈ പറയുന്ന ഈ ഒരു ജൂലി ബ്രൗൺ അല്ലെങ്കിൽ ജൂലി നൈപ്പ് ബ്രൗൺ ആണ്. സോ അവരുടെ ഇങ്ങനെയുള്ള ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ 2025 ഈ ഒരു മീഡിയ മാഗസിന്റെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ അവാർഡ് അവർക്ക് കൊടുക്കുന്നത്. സോ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക. ദെൻ ഈ ഒരു വർഷത്തിന്റെ കാര്യം ഞാൻ വീണ്ടും പറയുവാണ്. കാരണം കഴിഞ്ഞ വർഷത്തെ മാധ്യമങ്ങളിലൊക്കെ 2025 അവാർഡ് എന്ന് പറഞ്ഞിട്ട് വേറൊരു അവാർഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ വീണ്ടും അവരുടെ ഒഫീഷ്യൽ പേജിൽ വന്നിട്ടുണ്ട് 2025 മീഡിയ മാഗസിൻ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ ആർക്കാണ്? ജൂലി നൈപ്പ് ബ്രൗണിനാണ്. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഒരു ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് ആറളം ഫാമിന്റെ കൃഷിയിടങ്ങളിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷൻ ഏതാണ്? അത് ഓപ്പറേഷൻ ഗജമുക്തിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഉള്ളൊരു ഓപ്പറേഷൻ തന്നെയാണ്. ഓൾറെഡി വനം വകുപ്പും മറ്റ് ചില വകുപ്പുകളും കൂടി സംയുക്തമായി നടത്തുന്ന ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഓൾറെഡി ഉണ്ട്. ദെൻ ഇപ്പോഴും ഈ ഒരു ഓപ്പറേഷനെ കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്ന് പത്രത്തിൽ വന്നതുകൊണ്ട് നമ്മളൊന്ന് ചർച്ച ചെയ്യുന്നു മാത്രം. അപ്പോൾ ആറളം ഫാമിന്റെ കൃഷിയിടങ്ങളിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്തുന്നതിനുള്ള ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗജമുക്തി. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ ചർച്ച ചെയ്യാണ്. ഒരു ധാരണാപത്രം ഒപ്പുവെച്ചതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് മനുഷ്യരും ഡോൾഫിനുകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിണാമത്തെക്കുറിച്ച് പഠിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്നതിനായിട്ട് കേരള സർവകലാശാല അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റ് സർവകലാശാലയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടു എന്നുള്ള കാര്യമാണ്. അപ്പോൾ വേറൊന്നുമില്ല, സിമ്പിൾ ആണ്. നമ്മുടെ കേരള സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി എന്ത് ചെയ്തിരിക്കുകയാണ്? അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റ് സർവകലാശാലയുമായിട്ട് ഒരു ധാരണാപത്രം ഒപ്പുവെച്ചു. എന്തിനാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മനുഷ്യരും ഡോൾഫിനുകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിണാമത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു പദ്ധതി, അതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. ദെൻ നമ്മുടെ അഷ്ടമുടി കായലിനെയൊക്കെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു പഠനം നടക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി ഓർക്കുക. ബാക്കി കാര്യങ്ങളൊക്കെ വരുന്ന വഴിക്ക് നമുക്ക് എന്ത് ചെയ്യാം? ചർച്ച ചെയ്യാം.
ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു പദ്ധതിയാണ്, അതായത് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്ന പദ്ധതി. സോ ഇതിനെ പറ്റിയിട്ടൊരു ചർച്ചയൊക്കെ നടത്താനായിട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതി. ഇപ്പോൾ നമ്മുടെ വിജിലൻസ് നടപ്പാക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ് പ്രോജക്റ്റ് സീറോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിന്റെ ലക്ഷ്യം? അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുക. അതായത് നമ്മുടെ എല്ലാ സംസ്ഥാന സർക്കാർ സ്ഥാപനങ്ങളും എന്ത് ചെയ്യുക, ഈ ഒരു അഴിമതി വിമുക്തമാവുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വിജിലൻസ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നത്. പ്രോജക്റ്റ് സീറോ എന്നാണ് പദ്ധതിയുടെ പേര്. ദെൻ വിജിലൻസ് പറഞ്ഞതുകൊണ്ട് തന്നെ നിലവിലെ വിജിലൻസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ ഇതുപോലെ ഓരോ വകുപ്പുകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുമ്പോൾ ആ വകുപ്പിന്റെ മന്ത്രികളെ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്ത് തന്നെ പോകാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ IBCA, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. ഓൾറെഡി നമ്മുടെ പല ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ നിന്നാ തുടങ്ങുക, പ്രോജക്റ്റ് ടൈഗറിൽ നിന്നാണ് അല്ലെ. അതായത് 1973 പ്രോജക്റ്റ് ടൈഗർ, അതിന്റെ 50-ാം വാർഷികം 2023. ആ 2023 പ്രോജക്റ്റ് ടൈഗറിന്റെ 50-ാം വാർഷികത്തോടനുബന്ധിച്ച് നരേന്ദ്രമോദി എന്ത് ചെയ്യുന്നു, ഒരു അന്താരാഷ്ട്ര സംഘടനയുടെ പ്രഖ്യാപനം നടത്തുന്നു. അതാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അഥവാ IBCA. എക്സാമുകളിൽ ഇപ്ക എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്രധാനപ്പെട്ട മാർജാര വംശത്തിലെ 7 ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ ഒരു IBCയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു? അതിനകത്ത് കടുവയുണ്ട്, സിംഹമുണ്ട്, നമ്മുടെ പുള്ളിപ്പുലിയുണ്ട്, ചീറ്റയുണ്ട്, ഹിമപ്പുലിയുണ്ട്, അതുപോലെ തന്നെ ജാഗ്വർ ഉണ്ട്, പ്യൂമയുണ്ട്. സോ ഈ 7 ജീവജാലങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് IBCയുടെ ലക്ഷ്യം. ദെൻ 2023 ഇത് പ്രഖ്യാപിച്ചത് എങ്കിലും 2025 എന്ത് ചെയ്യുന്നത്, IBCA ഔദ്യോഗികമായിട്ടുള്ള ഒരു ഉടമ്പടി പ്രകാരം നിലവിൽ വരുന്നത്. അതിനു മുന്നേ ഇതിന്റെ ആസ്ഥാനമൊക്കെ എന്ത് ചെയ്തു വന്നു, 2024 ഇതിന്റെ ആസ്ഥാനമൊക്കെ വന്നു. ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. സോ ആ ഒരു കാര്യം കൂടി ഓർത്തേക്കുക. അപ്പോൾ ഈ ഒരു IBCയുടെ IBCA ഔദ്യോഗികമായിട്ട് നിലവിൽ വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2025. സോ അതും കൂടെ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ ഇവിടെ നമുക്കിപ്പോൾ ചർച്ച ചെയ്യാനുള്ള പോയിന്റ് ഇതാണ്, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ അംഗമായ 26-ാമത്തെ രാജ്യം ഏതാണ്? അപ്പൊ എന്താണ്, ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ അംഗമായ 26-ാമത്തെ രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണെന്നുള്ള കാര്യം ഓർക്കുക. സോ നമ്മളിപ്പോ ഈ ഒരു ക്ലാസ് നിങ്ങൾ കാണുന്ന ഈ ഒരു മൊമെന്റ് നിങ്ങളൊന്ന് ആലോചിച്ച് വെച്ചേക്കുക. നിലവിലെ IBCയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് 26 കൃത്യമായിട്ട് പഠിക്കണം. കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഒരു സംഘടനയാണ്. സോ അതുകൊണ്ട് തന്നെ ഇനി ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇതിൽ അംഗങ്ങൾ ജോയിൻ ആവാനുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെ ജോയിൻ ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ പഠിച്ച് അപ്ഡേറ്റ് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കുക. മേ ബി എന്തെങ്കിലുമൊക്കെ PSC പരീക്ഷകളിൽ ചോദിക്കും, നിലവിൽ IBCയിൽ എത്ര അംഗമുണ്ട്, അല്ലെങ്കിൽ IBCയിൽ അംഗമായ ഇത്രാമത്തെ രാജ്യം ഏതാണ്, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ ചോദ്യം വരാം. അതുകൊണ്ട് കൃത്യമായിട്ട് പഠിക്കുക. IBCയിൽ അംഗമായ 26-ാമത്തെ രാജ്യം ഏതാണ്? സൗദി അറേബ്യ ആണ്. ബാക്കി കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചർച്ച ചെയ്യാം കേട്ടോ. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ശുക്രനിലെ പ്ലാസ്മ പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് വീനഷ്യൻ ന്യൂട്രൽസ് അനലൈസർ എന്ന ഉപകരണം പരീക്ഷിക്കുന്ന രാജ്യം ഏതാണ്? അപ്പൊ എന്താണ്, VNA എന്ന് പറയുന്ന ഉപകരണം പരീക്ഷിക്കുന്ന രാജ്യം ഏതാണ്? സ്വീഡൻ ആണ്. അതിന്റെ പൂർണ്ണരൂപം നമ്മൾ പറഞ്ഞു, വീനഷ്യൻ ന്യൂട്രൽസ് അനലൈസർ എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ദെൻ സ്വീഡൻ ആണ് പരീക്ഷിക്കുന്നത് പറഞ്ഞു, അതിന്റെ ലക്ഷ്യങ്ങളും പറഞ്ഞു. എന്താണ്, ശുക്രനിലെ പ്ലാസ്മ പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഈ ഒരു ഉപകരണം എന്ന് പറഞ്ഞു. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉപകരണം ഏത് ദൗത്യത്തിന്റെ ഭാഗമാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, കൃത്യമായിട്ടൊന്ന് ഓർത്തിരിക്കുക. നമ്മുടെ ശുക്രയാന്റെ ഭാഗമാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ ശുക്രയാന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഉപകരണം അയക്കാനായിട്ട് പോകുന്നത്. ദെൻ ഈ പറയുന്ന ശുക്രയാൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡ്രീം പ്രോജക്റ്റ് ആണ്. 2028 മാർച്ചിലാണ് ഇത് വിക്ഷേപിക്കാനായിട്ട് തയ്യാറെടുക്കുന്നത്. ദെൻ LVM-3 കേട്ടോ, അതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LVM-3 ആണെന്നുള്ള കാര്യം കൂടി പഠിക്കുക കേട്ടോ. അപ്പോൾ ശുക്രയാൻ എന്ന് പറയുന്ന മിഷൻ 2028 വിക്ഷേപിക്കുക. ദെൻ അതിന്റെ വിക്ഷേപണ വാഹനം എന്ന് പറയുന്നത് LVM-3 ആണ് എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കുക. അടുത്ത നമുക്ക് നോക്കാനുള്ളത് ഓപ്പറേഷൻ സദ്ഭാവനയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യൻ സൈന്യം നടത്തുന്ന ഒരു പൗരസേവന പദ്ധതിയാണ് ഓപ്പറേഷൻ സദ്ഭാവന. ദെൻ നമ്മുടെ മറ്റു രാജ്യങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ പ്രദേശങ്ങളുണ്ട്, പ്രത്യേകിച്ച് ജമ്മു കാശ്മീർ, ലഡാക്ക്, പിന്നെ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളുണ്ട്. സോ ഇവിടെയൊക്കെ ആയിട്ട് ഇന്ത്യ നടത്തുന്ന ഈ ഒരു പദ്ധതിയാണ് ഓപ്പറേഷൻ സദ്ഭാവന. ദെൻ ഇത് പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ സ്ത്രീ ശാക്തീകരണം, അടിസ്ഥാന സൗകര്യങ്ങൾ, ദെൻ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം. സോ ഈ ഒരു മേഖലയിലെ പ്രവർത്തനങ്ങളാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. സോ അത്തരത്തിൽ ഓപ്പറേഷൻ സദ്ഭാവനയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അതായത് 3 പതിറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഉത്തരാഖണ്ഡ്
ഉത്തരാഖണ്ഡിലെ ഗുഞ്ചിയിലെ പ്രൈമറി സ്കൂള് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സദ്ഭാവനയുടെ ഭാഗമായിട്ട് പുനർനിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ്. അപ്പൊ എന്താണ് പറഞ്ഞത്? 3 പതിറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഉത്തരാഖണ്ഡിലെ ഗുഞ്ചിയിലെ പ്രൈമറി സ്കൂള് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സദ്ഭാവനയുടെ ഭാഗമായിട്ട് പുനർനിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കിയിരിക്കുകയാണ്. അതായത് 1991 ചില പ്രത്യേക കാരണങ്ങളാലാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന സ്കൂള് പൂട്ടുന്നത്, പ്രൈമറി സ്കൂൾ പൂട്ടുന്നത്. അതിനുശേഷം ഇപ്പൊ എന്ത് ചെയ്തിരിക്കുന്നു, തുറന്ന് പ്രവർത്തിപ്പിക്കുകയാണ്. ഇനി അടുത്തത് വീണ്ടും ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പോയിന്റ് ആണ്. അതായത് ശബ്ദത്തെക്കാൾ 10 ഇരട്ടി വേഗതയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈല്, അതിന്റെ പേരെന്ന് പറയുന്നത് ഒറഷ്നിക് ആണ്. അപ്പോൾ അത് അടുത്തിടെ പ്രയോഗിച്ചത് ഏത് രാജ്യമാണ്? അപ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറഷ്നിക് എന്ന് പറയുന്ന ബാലിസ്റ്റിക് മിസൈല് പരീക്ഷിച്ചത് ഏത് രാജ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റഷ്യ ആണ്. അപ്പോൾ റഷ്യ പ്രയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, അത് ഉക്രൈനെതിരെയാണ് എന്ത് ചെയ്തത്, അവര് പരീക്ഷിച്ചത്. സോ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ള പോയിന്റ് എന്ന് പറയുന്നത് ഒരു സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതായത് 2026 അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും IPL നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരെന്നാണ്? വിജയ് ശങ്കർ ആണ്. IPL ഒരുപാട് ടീമുകളുടെ ഭാഗമായിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം IPL ഇല്ല. അതുപോലെ തന്നെ ഇദ്ദേഹം ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ പേരൊന്ന് ഫേമസ് ആവുന്നത് 2019 ശരിക്കും 3D ക്രിക്കറ്റർ എന്നൊക്കെയാണ് അദ്ദേഹത്തെ അറിയപ്പെട്ടിരുന്നത്. ഇദ്ദേഹത്തിന്റെ പ്രത്യേകതയുണ്ട്. അതായത് ലോകകപ്പില് ആദ്യത്തെ ബോളിൽ തന്നെ വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് ആരെന്ന് പറയുന്നത്, ഈ പറയുന്ന വിജയ് ശങ്കർ. സോ ആ ഒരു കാര്യം കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ വളരെ കൃത്യമായിട്ടൊന്ന് ഓർത്തു വയ്ക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു വിജയ് ശങ്കർ എന്ത് ചെയ്തിരിക്കുന്നു, അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും IPL നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇനി നിങ്ങളെ ഞാൻ അറിവിടത്തിന്റെ പ്രാക്ടീസ് ബുക്ക് പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. സോ അറിവിടം ബുക്ക് പഠിച്ചവർക്കും അതുപോലെ തന്നെ SCRT ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളവർക്കും ഏറ്റവും നല്ല ഒരു പഠന സഹായിയാണ് ഈ പറയുന്ന അറിവിടം പ്രാക്ടീസ് ബുക്ക്. ഇതിൽ ഏകദേശം 4300-ലധികം ചോദ്യങ്ങളുണ്ട്. അതിൽ തന്നെ സയൻസിന്റെ ഭാഗത്ത് നിന്ന് 1800 ചോദ്യങ്ങൾ, സോഷ്യലിന്റെ ഭാഗത്ത് നിന്ന് 2300-ലധികം ചോദ്യങ്ങൾ. ഇതിന് പുറമെ ആയിട്ട് നമ്മുടെ റീസെന്റ് ആയിട്ട് PSC ചോദിച്ച SCRT ബേസ് ചെയ്തുള്ള PQs കൂടി ഞങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസും ആൻസറും ഉണ്ട്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ചർച്ച ചെയ്ത പോലുള്ള ഒന്നുകൂടി നോക്കാം. ആദ്യം പറഞ്ഞത് കുറച്ച് നിയമനങ്ങളാണ്. അതിൽ ആദ്യത്തേത് തമിഴ്നാടിന്റെ ആദ്യ AI വകുപ്പ് മന്ത്രി അല്ലെങ്കിൽ തമിഴ്നാടിന്റെ AI വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ R കുമാർ ആണെന്നുള്ള കാര്യം ഓർക്കുക. ദെൻ AI വകുപ്പ് ആരംഭിച്ച രണ്ടാമത്തെ ഇന്ത്യൻ സംസ്ഥാനമാണ് ആരെന്ന് പറയുന്നത്, തമിഴ്നാട്. ദെൻ ആദ്യം ഏതാണ്, കേരളമാണ് അല്ലെ. ദെൻ അതിനുശേഷം പറഞ്ഞ പോയിന്റ് 2026 കോമൺവെൽത്ത് ഗെയിംസ് എവിടെ വെച്ച, ഗ്ലാസ്ഗോയിൽ വെച്ച് അല്ലെ. അപ്പൊ അതിനുള്ള ഇന്ത്യൻ സംഘത്തിന്റെ ചെഫ് ഡി മിഷൻ ആരാണെന്ന് പറഞ്ഞു, രോഹിത് രാജ്പാൽ ആണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് 2025 പത്മരാജൻ പുരസ്കാരം 4 കാറ്റഗറികൾ, നോവല് ചന്ദ്രമതിക്ക്, മികച്ച ചെറുകഥ ഷാനോജാർ ചന്ദ്രന്, ദെൻ മികച്ച സംവിധായകൻ ദിൻജിത്ത് അയ്യത്താൻ, മികച്ച തിരക്കഥാകൃത്ത് ബാഹുൽ രമേശ്. കൃത്യമായിട്ട് പഠിക്കണേ. ഇനി അതിനുശേഷം മറ്റൊരു അവാർഡ് പറഞ്ഞു, സുകുമാർ അഴീക്കോട് അവാർഡ്. 2026 സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റിന്റെ, ദേശീയ ട്രസ്റ്റിന്റെ സുകുമാർ അഴീക്കോട് അവാർഡ് ആർക്കാണെന്ന് പറഞ്ഞു, ജോർജ് ഓണക്കൂറിനാണ്. ദെൻ അതിനുശേഷം പറഞ്ഞത് 2025 മീഡിയ മാഗസിന്റെ മീഡിയ പേഴ്സൺ ഓഫ് ദി ഇയർ പുരസ്കാരം ആർക്കാണെന്ന് പറഞ്ഞു, ജൂലി നൈറ്റ് ബ്രൗണിനാണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടെ ഒന്ന് കൃത്യമായിട്ട് പഠിക്കുക. ദെൻ അതിനുശേഷം പറഞ്ഞത് ഓപ്പറേഷൻ ഗജമുക്തിയാണ്. അതായത് ആറളം ഫാമിന്റെ കൃഷിയിടങ്ങളിലും പുനരധിവാസ മേഖലയിലും തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്താനുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ഗജമുക്തി. ദെൻ അതിനുശേഷം ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് പറഞ്ഞത്, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ അമേരിക്കയിലെ ഒറിഗോൺ സ്റ്റേറ്റ് സർവകലാശാലയുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള കരാറാണ്? മനുഷ്യരും ഡോൾഫിനുകളും തമ്മിലുള്ള ബന്ധത്തിന്റെ പരിണാമത്തെ കുറിച്ച് പഠിക്കുന്ന ഒരു പദ്ധതി നടപ്പാക്കുന്നതിനായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു കരാർ ഒപ്പുവെച്ചിരിക്കുന്നത്. അതിനുശേഷം പറഞ്ഞത് പ്രോജക്ട് 0 ആണ്, വിജിലൻസ് നടപ്പാക്കുന്ന പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അഴിമതി രഹിത ഭരണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓപ്പറേഷൻ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. ദെൻ അതിനുശേഷം ഉള്ളത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ അംഗമാകുന്ന 26ാമത്തെ രാജ്യം സൗദി അറേബ്യ. ദെൻ IBCA 2023 പ്രഖ്യാപിച്ചു, 25 ഔദ്യോഗികമായിട്ട് നിലവിൽ വന്നു, ന്യൂഡൽഹി ആസ്ഥാനമാണ്. അതിനുശേഷം പറഞ്ഞത് ശുക്രനിലെ പ്ലാസ്മ പ്രതിപ്രവർത്തനങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് വീനഷ്യൻ ന്യൂട്രൽ സൺലൈസർ എന്ന ഉപകരണം പരീക്ഷിക്കുന്ന രാജ്യം സ്വീഡൻ ആണെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണ്? ശുക്രയാൻ എന്ന് പറയുന്ന ദൗത്യത്തിൽ എന്ത് ചെയ്യുന്നു? സ്വീഡൻ ഇന്ത്യക്കൊപ്പം സഹകരിക്കാൻ പോവുകയാണ്. 2028 മാർച്ചില് LVM-3 എന്ന് പറയുന്ന റോക്കറ്റിലായിരിക്കും എന്ത് ചെയ്യുക, ശുക്രയാൻ വിക്ഷേപിക്കുക. അതിനുശേഷം പറഞ്ഞത് 3 പതിറ്റാണ്ടുകളായിട്ട് അടഞ്ഞു കിടന്നിരുന്ന ഉത്തരാഖണ്ഡിലെ ഗുഞ്ചിയിലെ പ്രൈമറി സ്കൂള് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ സദ്ഭാവനയുടെ ഭാഗമായിട്ട് പുനർനിർമ്മിച്ച് പ്രവർത്തന സജ്ജമാക്കി എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു. അപ്പൊ അത് കൃത്യമായിട്ട് പഠിക്കണേ. അതിനുശേഷം പറഞ്ഞത് ശബ്ദത്തേക്കാൾ 10 ഇരട്ടി വേഗതയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈല്. എന്താ അതിന്റെ പേര് പറഞ്ഞത്? ഒറഷ്നിക് എന്നാണ്. അത് അടുത്തിടെ പ്രയോഗിച്ചത് റഷ്യയാണ്. ഉക്രൈനെതിരെ അവർ എന്ത് ചെയ്തു, അത് പരീക്ഷിക്കുകയായിരുന്നു. അതിനുശേഷം ഉള്ളത് വിജയ് ശങ്കർ എന്ന് പറയുന്ന ക്രിക്കറ്റ് താരം വിരമിച്ച കാര്യം പറഞ്ഞു. സോ അതും കൂടി എന്ത് ചെയ്യുക, ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക.
ഇനി കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. അതിന് ഉത്തരം കൂടി കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം 2025 യുണൈറ്റഡ് നേഷൻസ് മിലിറ്ററി ജനറൽ അഡ്വക്കേറ്റ് ഓഫ് ദി ഇയർ അവാർഡ് നേടിയ ഇന്ത്യൻ സമാധാന സേനാംഗം ആരെന്നാണ്? രാധിക സെൻ ആണോ, സുമൻ ഗവാനി ആണോ, സ്വാതി ശാന്തകുമാർ ആണോ, അഭിലാഷ ബരാക്ക് ആണോ? കൃത്യമായിട്ട് പഠിക്കുക, കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം 2026 AIAA ഗോദാർദ് ആസ്ട്രോനോട്ടിക്സ് അവാർഡ് ലഭിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതെന്നാണ്? നിസാർ, ആക്സിയം 4, ചന്ദ്രയാൻ 3, എക്സ്പോസാറ്റ്. ഇതിന്റെ ശരിയുത്തരം കൂടി കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ് നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടി നോക്കാം. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് 16ാം നിയമസഭയുടെ സ്പീക്കർ ആര് എന്നാണ്. ഇതിന്റെ ആൻസർ നമുക്കറിയാം അല്ലെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് കോട്ടയമാണ്. അദ്ദേഹം കേരളത്തിന്റെ 25ാമത് സ്പീക്കറാണ്. ആദ്യമായിട്ട് കേരള നിയമസഭാ ചരിത്രത്തിൽ 3 പേർ സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് 101 വോട്ട് കിട്ടി. AC മൊയ്തീൻ മറ്റൊരു സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന് 35 വോട്ട്. മറ്റൊരു സ്ഥാനാർത്ഥി ആരാണ്? ഗോപകുമാർ ആണ്, അദ്ദേഹത്തിന് 3 വോട്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക. ഷാനിമോൾ ഉസ്മാനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ 16ാം നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്നത് ആരാണ്? അത് ഷാനിമോൾ ഉസ്മാൻ ആണ്. മണ്ഡലം എന്ന് പറയുന്നത് അരൂരാണ്. ജി സുധാകരനാണ് എങ്കിൽ അദ്ദേഹം നമ്മുടെ പ്രോട്ടൈം സ്പീക്കർ ആണ്. അദ്ദേഹത്തിന്റെ മണ്ഡലം എന്ന് പറയുന്നത് അമ്പലപ്പുഴയാണ്. സോ ഈ 3 പേരുകൾ വളരെ കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഇനി വരുന്ന പരീക്ഷകളിൽ വളരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി രണ്ടാമത്തെ ചോദ്യം ഓൾറെഡി തന്നെ നമ്മൾ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു. അതായത് കേരളത്തിലെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കുക. ഇദ്ദേഹത്തിന്റെ മണ്ഡലം മലപ്പുറമാണ്. AI വകുപ്പ് മാത്രമല്ല, ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വാണിജ്യം, വ്യവസായം, സംരംഭം, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസ്, IT ഇതൊക്കെ കൈകാര്യം ചെയ്യുന്ന കുഞ്ഞാലിക്കുട്ടി തന്നെയാണ്. PK ബഷീർ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. VD സതീശൻ അറിയാലോ, മുഖ്യമന്ത്രി, ധനകാര്യം, പിന്നെ നിയമം, അതുപോലെ തന്നെ പൊതുഭരണം തുടങ്ങിയ വകുപ്പുകൾ, ലോട്ടറി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആരാണ്? VD സതീശനാണ്. KM ഷാജി, അദ്ദേഹം എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? KM ഷാജിയാണ്. സോ അതും കൂടെ ഒന്ന് കൃത്യമായിട്ട് ഓർത്തു വെച്ചേക്കുക. ഇന്ത്യയിൽ ആദ്യമായിട്ട് AI വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനവും അത് ഏത് തന്നെയാണ്? കേരളം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്ത ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും ചർച്ച ചെയ്ത പോയിന്റുകളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വളരെ കാര്യമായിട്ട് നല്ലതുപോലെ തന്നെ ഡെയിലി കറന്റ് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്ത് പോവുക, നല്ലപോലെ വർക്ക് ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു ജോലി നേടിയെടുക്കുക. 2026 മെയ് 26, 27 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളും അവയുടെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞത്. അപ്പോൾ ഈ ചർച്ച ചെയ്ത പോയിന്റുകളൊക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് അടുത്ത ദിവസം കാണാം.